അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിണറായി വിജയൻ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഏറ്റവും സൗന്ദര്യമുള്ള, ഇന്നത്തെ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള കാഴ്ച എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ മാസ് BGM ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ മണിക്കൂർ നേരത്തെ ED പരിശോധനയ്ക്ക് ശേഷം വീട്ടിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്തു കൊണ്ടുപോയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ തന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് തന്റെ വാടക വീട്ടിൽ നിന്ന് വേണമെങ്കിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. മറ്റു കോൺഗ്രസ് ആളുകളൊക്കെ പോലെയാണെങ്കിൽ 3-4 വീടുകളൊക്കെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോഴും താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ നിന്നാണ്. ആ വാടക വീട്ടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് വരുന്നത് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടാണ്. അത് കാണണം. MV ഗോവിന്ദനെ പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ED അല്ല, ഏത് AD വന്നു കഴിഞ്ഞാലും ഇത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇതിനപ്പുറം കണ്ടവരാണ് ഞങ്ങൾ എന്ന നിലയ്ക്കാണ് പിണറായി വിജയനൊക്കെ ഇന്ന് പെരുമാറിയിട്ടുള്ളത്, ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഇതിന്റെ പുറകിൽ? കൃത്യമായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് കാലത്ത് 7 മണിക്കാണ് ഈ വാതിൽക്കല് ED ടീം എത്തുന്നത്. ഈ സമയം വരെ അവരിവിടെ പരിശോധനയിലായിരുന്നു. വന്ന ടീം നിർദ്ദേശമനുസരിച്ച് വരുന്നതാണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഉദ്യോഗസ്ഥരാകുമ്പോൾ മേലെയുള്ളവര് പറയുന്നത്, ഉദ്യോഗസ്ഥരാകുമ്പോൾ അധികൃതര് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സംശയമില്ല, അങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇവരാക്രമിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളത്. എന്തൊക്കെയായാലും അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വാക്കുകളിലേക്ക് എത്തണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊന്നും ഒരു നമുക്കെല്ലാം അറിയാവുന്ന പോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. അതെ, നമ്മുടെ ഇത്തരമൊരു അത് ഇതിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. 100% നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്ന ആ ഒരു മനുഷ്യൻ, പലപ്പോഴും പപ്പും വന്ന് കുളിക്കുന്ന ആ ഒരു കോൺഗ്രസ് നേതാവ്, എന്നെങ്കിലും ഒരിക്കൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ്സുകാരെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി, അദ്ദേഹം തന്റെ ഈ ഇലക്ഷൻ പ്രോസസ്സിനിടയ്ക്ക് മുഴുവൻ ചോദിച്ചിരുന്നത് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, പിണറായി വിജയനും BJPയും തമ്മിൽ ഡീലാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ വാക്കുകളാണോ ഇതിന് കാരണമായത് എന്നുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. അതാണ്, ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും നമ്മുടെ കരുത്ത് ചാഞ്ചല്യവും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കേണ്ടതാണ്. കേജ്രിവാളിന്റെ ഒരു പോസ്റ്റ് കൂടി വരുന്നുണ്ട്.
BJP കോൺഗ്രസ് റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനെ അപലപിച്ചുകൊണ്ടുമുള്ള പോസ്റ്റ് അരവിന്ദ് കെജ്രിവാളിന്റേതായി വരുന്നുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ഈട് റെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തൊട്ടടുത്ത ദിവസം BJP പോയി ചേരും. കാരണം കയ്യിൽ പണമുണ്ട്, മടിയിൽ കനമുണ്ടുള്ളതാണ്. ഇവർ വിചാരിക്കുന്നത് പിണറായി വിജയനെ കൂടി ഇങ്ങനെ വിലക്കെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. 5 പൈസയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ഭയപ്പെട്ടു പോകുന്ന ഒരാളല്ല, മടിയിൽ കനമുള്ള ഒരാളല്ല പിണറായി വിജയൻ. നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, കേരളക്കരക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ വിലക്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്ന ആളുകൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കോൺഗ്രസിലുണ്ടെന്നുള്ളതാണ്. കേരളത്തിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തന്ത്രത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു 2 തവണ കയറി കഴിഞ്ഞാൽ 3-ാം തവണ BJPയുടെ ഒപ്പം ചേർന്നിട്ട് അവർ MLA ആവാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളൊക്കെ അവരിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യ കേരളാണ്ട് വിട്ട് ഉത്തരേന്ത്യയിലേക്കാണ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം 1-2 തവണ ED ആയിട്ട് കയറി കഴിഞ്ഞാൽ 3-ാം തവണ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെയൊക്കെ ED അവരെ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിക്കുമ്പോൾ അതെന്തോ ഒരു വലിയ മോശമായിട്ടും, എന്നാൽ അവരിവിടെ വന്നിട്ട് CPMൻ്റെയോ അല്ലെങ്കിൽ LDFൻ്റെ നേതാക്കന്മാരുടെ വീടുകളിൽ കയറി അന്വേഷണം നടത്തുമ്പോൾ അത് നടക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, അത് നടക്കണമെന്നേ, ഇതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു അലംഭാവ വർത്തമാനമാണ് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ പച്ച വെളിച്ചം പോലെ വ്യക്തമാണ്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരണത്തിൽ കയറി മോഡിയെ കാണാൻ പോയി, അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ കൃത്യമായിട്ടും വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഈ പിണറായി വിജയൻ വീട്ടിലേക്ക് മോഡി എത്തുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ED റെയ്ഡിന്റെ മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളാണ്. പലപ്പോഴും ED റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടുക. പക്ഷേ രാവിലെ 7 മണിക്കാണ് ഈ റെയ്ഡ് ആരംഭിച്ചിട്ടത്. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട് ഉൾപ്പെടെ കേരളത്തിലെ 10ഓളം കേന്ദ്രങ്ങളിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തിയത്. 7:05 നിങ്ങൾ മനസ്സിലാക്കണം, 7 മണിക്കാണ് ഇത് അന്വേഷണം തുടങ്ങുന്നത്. 7:05 ആദ്യ മാധ്യമ വാർത്തകൾ വന്നു എന്ന് മനസ്സിലാക്കണം. ED സംഘം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന അതേ സമയത്ത് തന്നെ പ്രമുഖമായിട്ടുള്ള ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക്, ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയിട്ടുണ്ട്. ഫ്ലാഷ് ന്യൂസുകൾ വരാൻ തുടങ്ങി. 7:05 റെയ്ഡ് നടക്കുന്നു എന്നുള്ള ആദ്യ വിവരം മനസ്സിലായത്. ഇതെങ്ങനെ കിട്ടി? പിണറായി വിജയൻ്റെ റെയ്ഡ് നടക്കുന്നുള്ള വിവരം ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. 7:40 ആയപ്പോഴത്തേന് ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി, തത്സമയ വാർത്ത വരാൻ തുടങ്ങി. അപ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ്! അങ്ങനെയാണെങ്കിൽ ഇവരവിടെ റെയ്ഡ് നടത്താൻ പോകുന്നു എന്നുള്ള വിവരം ഇത്തരം വലതുപക്ഷ മാധ്യമങ്ങളെ ആരാണ് അറിയിച്ചത് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനെയും LDFനെയും ടാർണിഷ് ചെയ്യുക, തകർക്കുക, മാനസികമായിട്ടൊക്കെ തകർക്കുക, അവരെന്തൊരു വലിയ പ്രശ്നക്കാരാണെന്ന രീതിയിലൊക്കെ ചില സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. നിങ്ങൾക്ക് വേണിച്ച് തെളിവ് കാണിച്ചു തരാം. ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത തന്നെയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അറിവ്. നോക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. നോക്കൂ, ഇന്ന് 7:44 ആവുമ്പോഴേക്കും അവര് ഇതിനെ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി എന്നുള്ളതാണ്. ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി. എത്ര പെട്ടെന്നാണ്! മിനിമം 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാലായിരിക്കും ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കുക. ഇത് പുലരാൻ കാലത്ത് നമ്മളൊക്കെ നേരം പോലൊക്കെ എഴുന്നേൽക്കും മുമ്പ് തന്നെ വാർത്തകളൊക്കെ വലതുപക്ഷ മാധ്യമങ്ങളെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. ഇനിയും വിശദീകരണങ്ങളും തെളിവുകളൊക്കെ വേണോ? ഇതൊക്കെ ഭയങ്കര ആസൂത്രിതമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന കാര്യമാണ് എന്നതിന് വേണ്ടി വരില്ല. ബൈ.